ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ട്രാവൽ മിനി വ്ളോഗാണ്. ഞങ്ങളുടെ രാമേശ്വരം ട്രിപ്പിൻ്റെ. ഒരുപാട് നാളായിട്ട് രാമേശ്വരം പോകണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. ഹലോ കേട്ടില്ലേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നത്. യാതൊരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം ഡിസൈഡ് എന്നാ പിന്നെ ഇറങ്ങിക്കാണ്. അങ്ങനെ മോർണിംഗ് 7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് കുറെ കൊച്ചു കൊച്ചു ബ്രേക്സ് ഒക്കെ എടുത്ത് ഒരു ഈവനിങ് 5 ആയപ്പോഴത്തേക്കും ഞങ്ങൾ രാമേശ്വരം എത്തി. പാലത്തിന് വരുന്ന പാമ്പൻ പാലം, പാമ്പൻ പാലം. പിന്നീടാണ് മനസ്സിലായത് ഇത് അന്നൈ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് ആണെന്നും തൊട്ടടുത്ത് കാണുന്നതാണ് പാമ്പൻ പാലം എന്നുള്ളത്. എന്തായാലും കടലിന്റെ നടുക്കൂടെ ഉള്ള ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പൊ അങ്ങനെ ഈവനിങ് 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷനപ്പ് ആയി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള രാമനാഥസ്വാമി ടെമ്പിളിലേക്കുള്ള യാത്ര തുടങ്ങി. ായിരുന്നു കേട്ടോ പോയത്, കാരണം അവിടെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു ഹോട്ടലിലെ സ്റ്റാഫ്സ് പറഞ്ഞിരുന്നു. അരുന്ധതി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു ഓട്ടോ റൈഡ്. അങ്ങനെ ഭഗവാനെയൊക്കെ തൊഴുത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിന് ചുറ്റും കറങ്ങി. എന്തൊരു ആർക്കിടെക്ചറൽ വർക്ക്സ് ആണ് ഇവിടെ. ഇന്ത്യയിലെ തന്നെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള അരുന്ധതിക്ക് മുരളി ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൊച്ചു കൊച്ചു കഥകളുടെ രൂപത്തിലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അരുന്ധതി കൂടുതൽ എക്സൈറ്റഡ് ആയത് ആനയെ കണ്ടപ്പോഴായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ കുറെ നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് കുറെ കൊച്ചു 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 കടകൾ കണ്ടത്. കുറെ ശംഖും കീ ചെയിൻസും അങ്ങനെ കുറെ സാധനങ്ങൾ. ഷോപ്പഹോളിക് ആയിട്ടുള്ള ഞാൻ അവിടെ ചെന്നപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മുരളി കുറേ ബുദ്ധിമുട്ടി ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ, വീട്ടിലേക്കും മരുന്നിലേക്കുമായിട്ട്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കായിരുന്നു ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു. നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു വിധത്തിലാണ് ആളെ പാസിഫൈ ചെയ്തെടുത്തത്. പിന്നീട് ഞങ്ങൾ തൊട്ടടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു തട്ട് തട്ടി മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി പൂൾ സൈഡ് കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു, നല്ലൊരു ആംബിയൻസും. അരുന്ധതിയുടെ കൊച്ചു കൊച്ചു കഥകളൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി സ്ഫടികലിംഗ ദർശനത്തിനായി. ആദ്യം അരുന്ധതി എഴുന്നേക്കോ ഞങ്ങൾക്ക് സംശയമായിരുന്നു, പക്ഷെ ആള് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ റെഡിയായി. ആദ്യം ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ഒട്ടും തന്നെ തിരക്ക് കണ്ടില്ല. ആ ക്യൂ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? പിന്നെയാണ് മനസ്സിലായത് ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് മാത്രമായിരുന്നു, അപ്പുറ സൈഡ് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. അങ്ങനെ സ്ഫടികലിംഗ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നേരം കുറച്ച് വെളുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഈ അമ്പലത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ 22 ഹോലി സേക്രഡ് വെൽസ് അഥവാ 22 തീർത്ഥകുണ്ടങ്ങളാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രീരാമന്റെ 22 അമ്പുകളെയാണെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ ഭക്തരുടെ മൈൻഡും ബോഡിയും സോളൊക്കെ പ്യൂരിഫൈ ചെയ്യും, അതുപോലെ തന്നെ പാപങ്ങളൊക്കെ കഴുകിക്കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഐതിഹ്യം. ഈ സ്നാനത്തിന് മുമ്പായി അഗ്നിതീർത്ഥം അഥവാ ഇവിടുത്തെ കടലിൽ വന്ന് ഒന്ന് മുങ്ങിക്കുളിക്കണമെന്ന് പറയും. ഞാനും ആദ്യം ചെയ്യാന്നാട്ടോ വിചാരിച്ച്, പക്ഷെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ഈ പ്ലേസ് ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ മുരളി അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് 22 തീർത്ഥകുണ്ടങ്ങളിലെ വെള്ളം വെച്ച് സ്നാനം ചെയ്ത് പുറത്തിറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ ഒന്നുകൂടെ പോയി തൊഴുത് തിരിച്ച് പുറത്തു വന്നു. കണ്ടില്ലേ കോലം രണ്ടുപേരുടെയും. അരുന്ധതി ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു, കാരണം അമ്പലയാത്രയാണല്ലോ. പക്ഷെ അരുന്ധതിക്ക് ഇഷ്ടമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ആളും ഓക്കെയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ആളും എൻ്റെ പോലെ തന്നെ നല്ല ഷോപ്പഹോളിക്കാണ്. ഞങ്ങൾ രണ്ടുപേരും പലയിടത്തും ചെന്ന് ഷോപ്പിങ്ങിന് കയറിയ പിന്നെ പറയണ്ട. തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വീണ്ടും ഓട്ടോയിൽ യാത്രയായി. അരുന്ധതിക്ക് ഇഷ്ടമുള്ള യാത്രയാണ് കേട്ടോ ഓട്ടോയിൽ പോകാന്നുള്ളത്. അത് ഞങ്ങൾ ഇപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. തിരിച്ച് ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷനപ്പായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അവിടെ ബുഫേ ആയിരുന്നു. അരുന്ധതി നന്നായിട്ട് എൻജോയ് ചെയ്തു ഫുഡൊക്കെ. അവിടെ ചുറ്റും നടന്ന് ഞങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു. പിന്നെ ദേ താഴെ വന്നപ്പോൾ ഹോട്ടലിൽ വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ഏരിയ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്രേസിയാവും കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പൊട്ടിച്ചു. കാരണം വാങ്ങിച്ച് കൂട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫീൽ തന്നെയാണോ? വാങ്ങിക്കുന്നത് കൊച്ചു 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 സാധനങ്ങളായിരിക്കും, ഇതൊക്കെ വീട്ടിലും കാണും, എങ്കിലും പിന്നെയും മേടിച്ചു കൂട്ടും. നിങ്ങളിങ്ങനെ തന്നെയാണോ? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഒരു യാത്രയായി. യൂഷ്വലി അരുന്ധതി ഞാനും ബാക്ക് സീറ്റിലായിരിക്കാറില്ല, പക്ഷെ ആളെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ എൻ്റെ മടിയിലിരുത്തി. 2 സൈഡും കടലായിട്ടുള്ള ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ നല്ല നട്ടപ്ര വെയിലായിരുന്നു. അത് മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്ത് ഏർലി മോർണിംഗ് പോയിരുന്നെങ്കിൽ എന്നൊരു ഫീൽ വന്നു.
പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമമായിരുന്നു. 3 പേരും ബീച്ച് വൈബ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് കോദണ്ഡ രാമസ്വാമി ടെമ്പിളിലേക്കാണ്. അവിടെ നടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴി രാമപാദം ടെമ്പിളിലേക്കും ഞങ്ങൾ പോയി. ഇവിടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. മൊത്തം രാമേശ്വരം കാണാമെന്നാണ് പറയുക. ഭയങ്കര ഒരു ബ്രെത്തേക്കിംഗ് വ്യൂ ആയിരുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉണ്ടായുള്ളൂ, വെയിൽ. ഇടയ്ക്ക് കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു. പോയത് APJ അബ്ദുൽ കലാം ഹൗസിൽ. നമ്മളിൽ പലർക്കും ഏറ്റവും ബഹുമാനവും ഇഷ്ടവും ആരാധനയൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അല്ലേ നമ്മുടെ ഫോമർ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരിക്കലെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം, കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് അവിടെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തു അരുന്ധതിക്കായിട്ട്. അന്ന് തന്നെ തിരിച്ചു പോരാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അരുന്ധതി പറഞ്ഞു ഒരു ദിവസം കൂടെ സ്റ്റേ ഓവർ ചെയ്യണമെന്ന്. അങ്ങനെ അവിടെ നിന്നു. ആൾക്ക് വേണ്ടി മാത്രം കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. ഇതേ കണ്ടില്ലേ, ആളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ. സംസാരിച്ചും കളിച്ചും ചിരിച്ചും കുറേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ടൈമായിരുന്നു ആളുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. ആദ്യം വീട്ടിലേക്ക് പോരാന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ വണ്ടി തിരിച്ച് നേരെ ഞങ്ങൾ വിട്ടു. എങ്ങോട്ടാന്നല്ലേ? കന്യാകുമാരിയിലേക്ക്. നമ്മൾ പലപ്പോഴും പറയുമല്ലേ, ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ട്രാവലിംഗ് ഇസ് ദ ഡെസ്റ്റിനേഷൻ. ഇറ്റ്സ് എ ഷെയർഡ് ലാഫ്റ്റർ, ലവ് ആൻഡ് മെമ്മറീസ് വിത്ത് യുവർ ഫാമിലി അലോങ് ദ വേ. അങ്ങനെ ഒരു മെമ്മറബിൾ ട്രിപ്പ് തന്നെയായിരുന്നു രാമേശ്വരം ട്രിപ്പ് ഞങ്ങൾക്ക്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് എപ്പിസോഡ്. സോ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് ബൈ.